പ്രിയ ദൈവ പൈതലേ, യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 29:11 വ്യക്തമായി വിളിച്ചു പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭ ഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. ദൈവം പറയുക, ആ നിരൂപണങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയരെ, കർത്താവ് നമുക്ക് വേണ്ടി ഒരു ശുഭകരമായ ഭാവി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നടന്നു കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അധികാരത്തോടെ വിളിച്ചു പറയാം, അപ്പാ, ഈ വചനം സത്യമാണ്, ഈ വചനം ചലിക്കുന്നതാണ്, വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ മുമ്പോട്ട് വേഗത്തിൽ യാത്ര ചെയ്യുന്നതാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ഭാവിയുടെ കാര്യത്തിൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ തലമുറയുടെ വിഷയത്തിൻ്റെ മുമ്പിൽ കർത്താവെ, അങ്ങല്ലാതെ സഹായിപ്പാൻ ആരുമില്ല എന്ന് പറഞ്ഞ് ഒന്ന് നെടുമ്പാട് വീണ് ഈ വചനം ഒന്നുകൂടെ ഒന്ന് വിരൽ വെച്ച് കരം വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ശുഭഭാവി എനിക്ക് വേണമപ്പ, അതൊന്ന് പിടിച്ചു വെച്ചൊന്ന് പ്രാർത്ഥിച്ചേ. രക്തസ്രാവമുള്ള ഒരു സ്ത്രീ 12 വർഷമായി അവളുടെ ഭാവി സകലതും നഷ്ടപ്പെട്ട് കിടക്കുകയാണ്, ശൂന്യമായി കിടക്കുകയാണ്. അവൾ പറയുകയാണ്, ഞാൻ യേശുവിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ആ പ്രത്യാശയിൽ അവൾ ഓടിച്ചെന്ന് ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. അവളുടെ ഭാവി അവിടെ കൊണ്ട് മാറുകയായിരുന്നു. പ്രിയ ദൈവപൈതലേ, അങ്ങനെയെങ്കിൽ ഈ വചനത്തെ വിശ്വസിച്ചിട്ട് നീ ഒന്ന് നെടുമ്പാട് വീണ് കരഞ്ഞിട്ടൊന്ന് വിളിച്ചു പറ, അപ്പാ, എൻ്റെ ശുഭ ഭാവി, എൻ്റെ മുമ്പിൽ വെളിപ്പെടേണ്ടുന്ന ഈ ദുർഘടങ്ങൾ മാറിയിട്ട് ഒരു ശുഭകരമായ ഭാവിയിലേക്ക് നടന്നു കയറുവാനുള്ള ഒരു ദൈവശക്തി എൻ്റെ കാലുകളിലേക്കൊന്നും പകരു കർത്താവേ. എൻ്റെ തലമുറയുടെ വിഷയത്തിൻ്റെ മേലൊന്നും പകരു കർത്താവേ. അങ്ങനെ ശുഭഭാവിയെ സ്വപ്നം കണ്ടുകൊണ്ട് നീ മുമ്പോട്ട് ചുവട് വെച്ചാൽ അവിടെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയേറിയ ശക്തിയേറിയ കരം അവിടെ ചലിക്കപ്പെടുവാനിടയാകും. ഈ യിരെമ്യാവിനെ ദൈവം വിളിക്കുമ്പോൾ യിരെമ്യാവ് ദൈവത്തോട് പറയുക, കർത്താവേ, ഞാനൊരു ബാലനാണ്, എന്നെക്കൊണ്ട് ഇതിന് കഴിയുമോ? ഇതുപോലെ തന്നെയാണ് മോശയെ ദൈവം വിളിച്ചപ്പോൾ മോശ പറയുക, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, പിന്നെ ഞാൻ എങ്ങനെ ലക്ഷക്കണക്കിന് വരുന്ന ജനത്തെ നയിക്കും? ഞാനൊരു വിക്കനാണ് എന്ന് പറയുന്നു. യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, നീ ബാലകനാണെന്ന് പറയണ്ട, ഞാനാ നിന്നെ ശക്തീകരിക്കുന്നത്. മോശയെ ദൈവം ശക്തീകരിച്ചു, അവനോട് മുമ്പോട്ട് പോകാൻ പറഞ്ഞു. അവൻ പറഞ്ഞ വിഷയം ഞാൻ വിക്കനാണെന്ന, എന്നാൽ അവൻ്റെ ജീവിത അവസാനം വരെയും ഒറ്റ ഒരു വ്യക്തി പോലും പറഞ്ഞ് കേട്ടില്ല ഞങ്ങളുടെ നേതാവ് ഒരു വിക്കനാണെന്ന്. ആ വിക്കിൻ്റെ മുകളിൽ പകരപ്പെട്ടൊരു ദൈവത്തിൻ്റെ കൃപയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിൻ്റെ ശൂന്യതയെ നോക്കി, നിൻ്റെ പ്രയാസത്തെ നോക്കി, നിൻ്റെ വേദനയെ നോക്കി ഈ ദിവസങ്ങളിൽ കരഞ്ഞ് നിലവിളിച്ചിരിക്കാതെ വിളിച്ചു പറ, എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് ഒരു ശുഭഭാവി വെച്ചിട്ടുണ്ട്. ആ ഭാവിയിലേക്ക്, ആ അനുഗ്രഹത്തിലേക്ക്, ആ ദൈവപ്രവൃത്തിയിലേക്ക് ഞാൻ നടന്നു കയറാൻ പോകുകയാണ്. അത് ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുകയാണ്. അതിനായി കാത്തിരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഇതൊരു പരിവർത്തനത്തിന് കാരണമാകും. ഇതൊരു പ്രൊഫറ്റിക്കൽ മെസ്സേജാണ്. ഇത് വ്യക്തമായി സ്വീകരിക്കുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രസാദ വർഷം ഈ ദിവസം മുതൽ ആരംഭിക്കട്ടെ. ആമേൻ.